ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം ചോറും കറിയും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് കലച്ചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇന്ന് ചിഞ്ചുവിന് ഇഷ്ടമുള്ള വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത്. ദാ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ നിക്കുമോൻ മാത്രം ഇടയ്ക്ക് കോഴിക്കൂട്ടിൽ കിടന്നും കഴിഞ്ഞ് ഇങ്ങനെ കൂവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ ചട്ടിയിലെല്ലാം അവിടേക്ക് അതൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചത് അതിലിട്ടും കഴിഞ്ഞൊന്ന് വഴറ്റാണ്. വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വൈകി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ വൈകിയേ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ നേരത്തെ ജോലി കഴിയും. അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുക കേട്ടോ. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇന്ന് അതുപോലെയാണ്. ഞാൻ വേഗം ചോറും കറിയും ഒക്കെ വെക്കുകയാണ് കേട്ടോ. ചോറ് ഇപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ റൈസ് കുക്കറിൽ. അങ്ങനെ നമ്മൾ ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിങ്ങനെ ഇളക്കി വരുമ്പോൾ അതിൻ്റെ ആ നൂല് പോലുള്ള പശയൊക്കെ ഇങ്ങനെ നൂല് പോലെ ആയി ഇങ്ങനെ വന്ന് പിന്നെ അത് നിൽക്കും. അപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിന്ന് നാളികേരം വറുക്കുന്നതിലല്ല പൊടികൾ ഇടുന്നത്, ഇതിലേക്ക് നേരിട്ട് തന്നെ പൊടികൾ ഇടാണ് കേട്ടോ. അപ്പോഴേക്കും റൈസ് കുക്കർ തിളച്ചൊക്കെ തൂവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തു വയ്ക്കാൻ വേണ്ടി നിർത്തിയതാണ്. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മളിതാ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയുടെ പൊടി അതും ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പം അത് വെള്ളത്തിൽ വേവട്ടെ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് കുറച്ച് നാളികേരവും വേപ്പിലയും കൂടിയിട്ട് പിന്നെ ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. എന്നിട്ട് നമ്മളങ്ങോട്ട് വറുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പെരിഞ്ചീരകമോ പട്ടയോ അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. പക്ഷെ ഞാനത് ഇടുന്നില്ല, കാരണം ഗരം മസാലയുടെ പൊടി നമ്മൾ മറ്റേ കലത്തിലിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെറുതെ നാളികേരവും ഉള്ളിയും വേപ്പിലയും കൂടിയിട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒന്ന് ചുവക്കെ വറുത്തിട്ട് ചൂടാറുമ്പോൾ നമ്മൾ അരച്ചും കഴിഞ്ഞിട്ട് ഈ തീയെല്ലാം അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ച് അത് നല്ല കുറുകിയ പാകത്തിനായി വരുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി അസല് കറിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം ഇരിക്കുന്നുണ്ട്, പിന്നെ പപ്പടം ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൽ അരപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഉള്ളി കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചു വെച്ച് ഞാനും ചിഞ്ചും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വടമ്പ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക ബസ് നോക്കിയിട്ട് ഞങ്ങളിന്ന് ചാലക്കുടിക്കാണ് പോകുന്നത്. ഇന്ന് ചിഞ്ചുവിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. വേഗം തന്നെ പോകണം, 7:30 നമുക്ക് അവിടെ എത്തേണ്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 9:45 10 മണിയൊക്കെ ആയിട്ട് തുടങ്ങുള്ളൂ. പക്ഷെ നമ്മളോട് 7:30 ആകുമ്പോഴേക്കും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ മുൻപത്തെ പോലെയല്ല, ഇപ്പോൾ ബൈക്കുമൊക്കെ ആൾക്കാരിങ്ങനെ എട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അതിന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് കോഫിയും പിന്നെ ഉള്ളിവടയും വാങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ചിഞ്ചുവിൻ്റെ പേര് വിളിച്ചപ്പോൾ ചിഞ്ചു പോയി കഴിഞ്ഞ് എടുത്തു. അങ്ങനെ 8ഉം പിന്നെ നമ്മുടെ എച്ചും പിന്നെ റോഡും എല്ലാം കൊച്ചിന് കിട്ടിയിട്ടാ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ലൈസൻസ് ആയിട്ടാ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. പക്ഷെ അവിടെ കുറേ നേരം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നിന്നിട്ട് ചിഞ്ചുവിന് ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ കോൾഡൊക്കെ പോലെയായിട്ട്. അപ്പം ഞാൻ വേഗം കുറച്ച് ചുക്കും കുരുമുളകും തുളസിയൊക്കെ കൂടെ ചതച്ചും കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ, അവൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ രമേശേട്ടനും ഞങ്ങൾ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു. അപ്പോൾ സാധാരണ ചിഞ്ചുവിന് എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഐസ്ക്രീം അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് പാസ്സായെങ്കിലും കൊച്ചിനിങ്ങനെ കോൾഡും ആകെ തൊണ്ടവേദന തലവേദന എന്നൊക്കെ പറഞ്ഞാൽ ആകെ വയ്യാന്ന് കേട്ടപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വാങ്ങിക്കൊടുക്കാതെ ഇനി കൊണ്ടുവന്നേട്ടാ. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. സന്തോഷം ഉണ്ടെങ്കിലും കൊച്ചിന് തലവേദനയൊക്കെ ആയ കാരണം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ രമേശ് ഏട്ടൻ വന്നപ്പോൾ ആണെങ്കിൽ ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ചിഞ്ചുവിന് കഴിക്കാനും പറ്റുന്നില്ല, തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് വേണ്ട നാളെ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിഞ്ചു കെടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊന്നും
ഉറങ്ങി എണീറ്റാലാണ് ആ ക്ഷീണം മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട്. ഡേറ്റ് കിട്ടാനും ടഫാണ്, അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ആണെങ്കിലും ഭയങ്കര ടഫാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. എങ്ങാനും നമ്മൾ ആ ഡ്രൈവിങ് ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിനി അടുത്ത ഡേറ്റ് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മാസമൊക്കെ പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം പഠിച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റിന് പോയാൽ മതി. ചിഞ്ചുവിനാണെങ്കിൽ ഞാൻ എക്സാമൊക്കെ എഴുതിക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ 10ലായാലും +2-നായാലും ഒക്കെ ഞാനാണ് കേട്ടോ വണ്ടി ഓടിച്ചും കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞ് വിടുക. കാരണം അമ്മ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണെന്ന് അവൾ പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ അങ്ങനെ ആനുവൽ എക്സാമിനൊക്കെ ഞാൻ തന്നെ കൊണ്ടുവന്ന് വിടാറ്. ഞാൻ സ്കൂൾ ബസ്സിനൊന്നും പറഞ്ഞയക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ടെസ്റ്റാണെങ്കിലും ചിഞ്ചു എന്നോട് പറയുകയാണ് എന്തായാലും അമ്മ കൂടെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് വെളുപ്പിനും ജോലിയൊക്കെ കഴിച്ചും കഴിഞ്ഞ് വേഗം തന്നെ പോയത്. എന്തെങ്കിലും ആവട്ടെ, കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇനി ജോലികൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കമടലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ല, അത് നിക്കുമോനും സംഘമൊക്കെ കൊത്തി പിന്നെ ചകഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കിടക്കണത് കേട്ടോ. പരന്നൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇനി അത് കിടക്കണ്ട, ഇന്ന് അവർ അങ്ങനെ കൊത്തി തിന്നുന്നതൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും അത് മൂടാന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കൈക്കോട്ടാണ് ആയുധം. അതങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് മണ്ണ് വെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുഞ്ഞ് കൈക്കോട്ടുകൊണ്ടാണ് ഈ മണ്ണൊക്കെ വെട്ടിയിടണമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഈ മണ്ണിൻ്റെ ഈ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ ഓരോ പൈപ്പുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വലിയ കൈക്കോട്ട് കൊണ്ടൊക്കെ നമ്മളൊരു കൊത്തങ്ങോട്ട് കൊത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ രമേശ് ഏട്ടയ്ക്കെന്ന് എനിക്ക് നല്ല ചീത്ത കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് കൈക്കോട്ടാകുമ്പോൾ നമ്മൾ മുകളിലെ മണ്ണൊക്കെ ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുറത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ കറക്കി എടുത്തേക്കണ സാധനങ്ങളുടെയൊക്കെ തോടും തൊണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്ന കേട്ടോ. അപ്പോൾ അതും കൂടി ഒരു വളമായില്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ നിൽക്കുന്നത് നേന്ത്രവാഴയാണ് കേട്ടോ. അപ്പോൾ വല്ല കാലത്തായാലും നമുക്ക് ഒരേ കൊല കിട്ടാറുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നേന്ത്രവാഴകൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായാലും നല്ല മണ്ണൊക്കെ നല്ല രീതിക്ക് തന്നെ മണ്ണും വളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കൊല കിട്ടും കേട്ടോ. ഈ വശത്തായിട്ട് ആദ്യം പൂവൻ കായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊരു കൊലയൊക്കെ ഉണ്ടായി. പിന്നെ അത് കന്നൊക്കെ തന്നെ പൊട്ടി മുളച്ച് വന്ന് വീണ്ടും ഒരെണ്ണമുണ്ടായി. പിന്നെ അതിന് ശേഷം എന്തോ അതിങ്ങനെ ചീഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ആ പൂവൻകായ ഉണ്ടായേ ഇല്ല കേട്ടോ. ആ വാഴകൾ അങ്ങനെ തന്നെ എന്താ പറയുക വംശറ്റ് പോയി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ പൂവൻ കൊലയൊക്കെ കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ ആ പൂവൻകായയുടെ കണ്ണ് നമ്മുടെ വീട്ടിൽ ഇല്ല. ഇനി അത് വാങ്ങി വെച്ചിട്ടൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമുക്ക് ചേമ്പിനൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ വെട്ടിയിടാണ് കേട്ടോ. പിന്നെ എന്തായാലും ആ ഒരു വാഴയുടെ വേരുകൾ പുറത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ വാഴകളൊക്കെയാണ് ഈ കാറ്റ് വീശുമ്പോൾ വേഗം വീഴുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് മണ്ണൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ചെത്തിക്കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേമ്പിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് വലുതായി ഉണ്ടാവും. ഇലകളൊക്കെ അങ്ങോട്ട് വിരിച്ച് ആ ഭാഗം തന്നെ അതിങ്ങനെ പൊട്ടി മുളച്ചൊക്കെ നല്ല രീതിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാനും നല്ല രസമാണ്. അപ്പോൾ കാരണം വേഗം ഫലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ഓരോന്ന് നല്ല രീതിക്ക് വരുമ്പോൾ ചിലപ്പോൾ ഓരോന്ന് തളർന്നു വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ ഒരു കമ്പുണ്ട് ഉണങ്ങിയ പോലെ നിൽക്കുന്ന കേട്ടോ. നല്ല പച്ച ഇലകളാണെങ്കിലും അതൊക്കെ മാടിയൊക്കെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ചെയ്യുമ്പോഴൊരു ടെൻഷനുണ്ട്, അയ്യോ ഇനി അതിന് എന്ത് പറ്റിയാവോ എന്നൊക്കെ. എങ്ങാനും മൗഗ്ലിയോ ഞാനോ നടന്നപ്പോൾ എങ്ങാനും എന്തെങ്കിലും കൊണ്ടിട്ട് പോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാണോ എന്നറിയില്ല. 2 ദിവസം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും രോഗമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്ന്. ബാക്കിയുള്ള കൊമ്പുകളുമേയും ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അസുഖമാണെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മുടെ കോഴിമക്കളുടെ ആണെങ്കിൽ തീറ്റ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രമേശ് ഏട്ടൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ മൗഗ്ലിക്കും റിയയ്ക്കും ഭയങ്കര ഇതാണ് കേട്ടോ. ചാക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ചാക്കിൽ നിറച്ച് കോഴിത്തീറ്റയാണ്. പക്ഷേ അവരിങ്ങനെ കാണുമ്പോഴേക്കും മീനാന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷ പ്രകടനമൊക്കെ ആദ്യം കാണിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇവരുടെ മുൻപിൽ വെച്ചിട്ട് അതിട്ട് വെക്കുന്ന ബക്കറ്റിലേക്ക് ആ തീറ്റ അങ്ങോട്ട് ചെരിഞ്ഞ് ഇടുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും മൗഗ്ലിക്ക്. അപ്പോൾ മൗഗ്ലി അങ്ങോട്ട് ചേമ്പിൻ്റെ കടക്കയിലേക്കൊക്കെ അല്ലെങ്കിൽ വാഴക്കടക്കയിലേക്കൊക്കെ ഇറങ്ങി അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ പറയും രമേശ് ഏട്ടനതേ പ്രാവിക്കൊണ്ടാണ് കേട്ടോ മൗഗ്ലിയൊക്കെ ഓടിപ്പോകുന്നതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. റിയമ്മ മൗഗ്ലിക്ക് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട്.
ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ കാരണം ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഗ്രൗണ്ടിൽ തന്നെ കഴിഞ്ഞു പോയിട്ടാ. പിന്നെ വന്നും കഴിഞ്ഞ് നല്ല വെയിലായിരുന്നല്ലോ, കുറച്ച് സമയം കിടന്നു. പിന്നെ എണീറ്റിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം ഇന്ന് കുറച്ച് ജോലികളാണ് നമ്മുടെ പറമ്പിലൊക്കെ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ കേട്ടോ. എന്നാലും ഭയങ്കര സന്തോഷമുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും ലൈസൻസ് എടുക്കണം കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ പഴപ്ലാവിലാണെങ്കിൽ വവ്വാലുകൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അവ ഒച്ചെടുക്കുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കും കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു സന്തോഷവും, പിന്നെ അത് മാത്രമല്ല അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.